ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബേസിക്കായിട്ട് ഉണ്ടായിരിക്കേണ്ടത് ഒരു ഫിനാൻഷ്യൽ പ്ലാനാണ്. ആ ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എത്ര പേര് 2024 നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്? 2024 കഴിയുമ്പോൾ എന്താണ് നിങ്ങൾ നേടിയെടുക്കണം എന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? ഈ വർഷം കഴിയുമ്പോൾ ഞാൻ ഇന്നതൊക്കെ നേടിയെടുക്കും, അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കണം എൻ്റെ ഫിനാൻഷ്യൽ പ്രിഫറൻസസ് ഫോർ ദ ഇയർ എന്നുള്ളത്. പോട്ടെ, മുമ്പത്തെ ഏതെങ്കിലും വർഷങ്ങളിൽ അത് ചെയ്തിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് തീരുമാനിക്കാം എന്തായിരിക്കണം 2024 നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കുറച്ച് സാമ്പത്തിക പ്രശ്നം കടന്നു പോകുന്ന ഒരാളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തിക ബാധ്യതകളൊക്കെ എങ്ങനെ കുറയ്ക്കാം, അതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. മറ്റു ചിലർക്ക് സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും. മറ്റു ചിലരെ സംബന്ധിച്ചിട്ട് നമ്മുടെ മക്കൾക്ക് ആവശ്യമായ എഡ്യൂക്കേഷൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതോ അല്ലെങ്കിൽ വിവാഹ ആവശ്യത്തിനുള്ള ഫണ്ട് നീക്കി വയ്ക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കാം. എന്തുമായിക്കോട്ടെ തീരുമാനിക്കുക. പക്ഷേ ഒരേ ഒരു കാര്യം, ബി സ്പെസിഫിക്. നിങ്ങൾ സേവിങ്സ് ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എത്രയാണ് 2024 സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്? അത് ചിലപ്പോൾ 10,000 ആകാം, ചിലപ്പോൾ അത് 1 ലക്ഷമാകാം, ചിലപ്പോൾ 10 ലക്ഷമാകാം. എത്രയായിക്കോട്ടെ തീരുമാനിക്കുക. ബി സ്പെസിഫിക്. വാട്ട്സ് യുവർ ഫിനാൻഷ്യൽ ഗോൾ? ചിലപ്പോൾ 2024 തന്നെ മതിയാകാതെ വരും നമുക്ക് നമ്മുടെ ഗോളിലേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പോൾ 2024 നമുക്ക് എത്ര അതിലൂടെ മാറ്റിവെക്കാൻ പറ്റും എന്ന് ആലോചിക്കുക, അത് പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഗോൾ എന്തു തന്നെ ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരുപാട് നാൾ ആഗ്രഹിച്ച ഒരു യാത്ര പോകുക എന്നുള്ളതായിരിക്കാം, ചിലപ്പോൾ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നീക്കി വയ്ക്കുക എന്നുള്ളതായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന നിങ്ങളൊരു സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം പേരിൽ ഒരു പ്രോപ്പർട്ടിയോ വീടോ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കാം. എന്ത് തന്നെ ആയിക്കോട്ടെ തീരുമാനിക്കുക, പ്ലാൻ ചെയ്യുക. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞ പോലെ, ഇഫ് യു ഫെയിൽ ടു പ്ലാൻ you are planning to fail. So decide that. Do you want to win or fail? 2024 കഴിയുമ്പോൾ 2023 നിങ്ങൾ എവിടെയായിരുന്നു? അവിടെ നിന്ന് പുറകോട്ട് പോകണോ, അതോ അവിടെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് മുമ്പോട്ട് കടന്നു വന്ന് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലുള്ള യാത്രയിലൂടെ ജോയിൻ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. തീരുമാനിക്കുക, പ്ലാൻ ചെയ്യുക എന്തായിരിക്കണം 2024 നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ എന്നുള്ളത്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫിനാൻഷ്യൽ ഫ്രീഡം. താങ്ക് യു.